നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ആദ്യം നോക്കാം. കീമിൽ സർക്കാരിന് തിരിച്ചടി. കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാനാകില്ലെന്നും കോടതി. കേരള സർവകലാശാലയിൽ അകത്തും പുറത്തും സംഘർഷം. AISF, DYFI, AIYF മാർച്ചുകൾ അക്രമാസക്തം. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. VCയെ വെല്ലുവിളിച്ച് രജിസ്ട്രാർ KS അനിൽകുമാർ ഓഫീസിലെത്തി. തടയണമെന്ന VCയുടെ നിർദ്ദേശം നടപ്പായില്ല. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് അനിൽകുമാർ. കോൺഗ്രസിനെ വെട്ടിലാക്കി വീണ്ടും ശശി തരൂർ. അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടമെന്നും സഞ്ജയ് ഗാന്ധി നടത്തിയത് കൊടും ക്രൂരതയെന്നും വിമർശനം. അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് VD സതീശൻ. തരൂർ ഏതു പാർട്ടിയിലാണെന്ന് ആദ്യം അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെയെന്ന് K മുരളീധരൻ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മകന് സർക്കാർ ജോലി നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. കോന്നിയിലെ പാറമട അപകടത്തിൽ ഉടമയ്ക്കെതിരെ കേസ്. തൊഴിലാളികൾക്കുള്ള സുരക്ഷയില്ലായിരുന്നുവെന്ന് തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട്. സർക്കാർ ഭൂമി കയ്യേറി പാറ പൊട്ടിച്ചു എന്ന പരാതി അന്വേഷിക്കും. ലോർഡ്സ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തുടരുന്നു. ഇംഗ്ലണ്ട് 2-ന് 83 റൺസ് എന്ന നിലയിൽ. കീമിൽ സർക്കാരിന് തിരിച്ചടി. കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യാനാകില്ലെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. രാജേഷ്, ഈ റാങ്ക് ലിസ്റ്റിൽ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ഒപ്പം എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ, വിവരങ്ങൾ? പ്രധാനമായും 2011 ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രോസ്പെക്ടസും കാര്യങ്ങളും എല്ലാം സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തത് ഈ 11 മാനദണ്ഡം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. കാരണം ആ ഒരു മാനദണ്ഡം സർക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുശേഷം പിന്നീട് ഇത്തവണത്തെ ഒരു പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ച ശേഷം, അതായത് പ്രോസ്പെക്ടസ് ഒരു പരീക്ഷ നടത്തുമ്പോൾ ആദ്യം പ്രോസ്പെക്ടസ് കൊടുക്കും. അതനുസരിച്ച് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി പാസ്സായി അവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തി ഒരു വെയിറ്റേജ് മാർക്ക് കൊടുത്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഇത് ചോദ്യം ചെയ്തു വന്ന ഹർജികളിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇത് നിയമപരമല്ല. അതുകൊണ്ട് തന്നെ ഈ മെറിറ്റ് അടിസ്ഥാനത്തിൽ, അതായത് മാർക്ക് വാങ്ങിയ കുട്ടികളുടെ ആ ഒരു മെറിറ്റ് അടിസ്ഥാനത്തിൽ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുക എന്ന് പറയും. പക്ഷെ ഇതിൽ സർക്കാരിന് സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് സർക്കാരിന് ഇതിന്റെ ഈ പ്രോസസ്സിലെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് സർക്കാർ ഉടൻ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി ഇതിന് സ്റ്റേ ചോദിക്കുകയാണ്. സ്റ്റേ ചെയ്താൽ അതിന്റെ മറവിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ വിചാരിച്ചത്. പക്ഷേ ഡിവിഷൻ ബെഞ്ച് നിയമപരമായി നോക്കിയപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടാൻ താല്പര്യമില്ല, അതായത് ഇടപെടാനാവില്ല എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിസന്ധിയിലെ സർക്കാരിന് ഇനി ഏക പോംവഴി വേണമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാമെന്ന്. പക്ഷെ ഒരുപക്ഷെ അത്രയും വരുമ്പോൾ പല ഈ അഡ്മിഷൻ പ്രൊസീജിയറും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ സർക്കാരിന് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് അനുസരിച്ച് പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ മാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ. ഇപ്പോൾ റാങ്ക് പട്ടികയിൽ മുന്നിലുള്ള പലരും പുറകോട്ട് പോകാൻ സാധ്യത. കാരണം ഈ വെയിറ്റേജ് മാർക്ക് കൊടുത്തത് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് എന്നുള്ളത് ഹൈക്കോടതിക്ക് മനസ്സിലായി. ഇതാണ് ഇതിൽ വസ്തുത. ശരി, വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ തുടർച്ചയായി 3-ാം ദിനവും സംഘർഷം. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ AISFന്റെ നേതൃത്വത്തിലും യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് DYFI, AIYFന്റെ നേതൃത്വത്തിലും നടന്ന പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. അതേസമയം വൈസ് ചാൻസലറുടെ ഉത്തരവ് മറികടന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റി ഓഫീസിൽ എത്തി. വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലിനെതിരായ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. AISFന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് യൂണിവേഴ്സിറ്റിക്ക് അകത്തും DYFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് പുറത്തുമാണ് ഒരേ സമയം മാർച്ച് നടത്തിയത്. AISF പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ശക്തമായ പ്രതിരോധം തീർത്തു. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഗേറ്റിന് പുറത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു.
4 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വൈസ് ചാൻസലറെ പുറത്താക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഇടത് സംഘടനകളുടെ തീരുമാനം. അതേസമയം യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കരുതെന്ന വൈസ് ചാൻസലറുടെ ഉത്തരവ് മറികടന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ യൂണിവേഴ്സിറ്റിയിലെത്തി ഓഫീസിൽ പ്രവേശിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. KSU പ്രവർത്തകരും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാർച്ച് നടത്തി പ്രതിഷേധിച്ചു. പിണറായി ഗവർണർ കൂട്ടുകെട്ട് നടത്തുന്ന നാടകമാണ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നതെന്ന് KSU ആരോപിച്ചു. എന്നാൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായി തിരികെ ചുമതലയേറ്റെടുത്ത മോഹൻ കുന്നുമേൽ ഇന്നും യൂണിവേഴ്സിറ്റിയിൽ എത്തിയില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ തകർത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിദ്യാർത്ഥികളാണ് ബുദ്ധിമുട്ടിലാകുന്നതെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. നിസാരമായ കാര്യത്തിൻ്റെ പേരിൽ എല്ലാ സർവകലാശാലകളിലും സംഘർഷമാണ്. കേരളത്തിലെ 13 യൂണിവേഴ്സിറ്റികളിൽ 12 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. കഴിഞ്ഞ ദിവസം SFI കാട്ടിയ ആഭാസം എന്താണ്? ഗവർണർക്കെതിരായ സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ വന്ന കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുളമായിരിക്കുകയാണ്. പിന്നലെ കിം പരീക്ഷാഫലം വന്നപ്പോൾ അത് റദ്ദ് ചെയ്തു ഹൈക്കോടതി. ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തുമോ? സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമോ? എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയുമില്ലാതെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ബ്രെയിൻ ഡ്രെയിൻ നേരിടുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ വിദേശ സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ സർവകലാശാലകളിലെ സംഘർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും അടിയന്തരാവസ്ഥയും നെഹ്റു കുടുംബത്തിനെതിരെയും രൂക്ഷമായി വിമർശിച്ച ലേഖനവുമായി കോൺഗ്രസ് MP ശശി തരൂർ. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം ജീവിതത്തെ ഭീതിയിലേക്ക് നയിച്ചുവെന്നാണ് തരൂർ വിമർശിക്കുന്നത്. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതകളായി എന്നും ലേഖനത്തിൽ പറയുന്നു. വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കിയാണ് ശശി തരൂർ പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചത്. ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടത്തിയ ക്രൂരതകൾ എന്ന ലേഖനവുമായാണ് ശശി തരൂർ രംഗത്ത് വന്നത്. 21 മാസത്തോളമാണ് രാജ്യത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടതെന്നും രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയുമെന്ന് ഇന്ദിരാഗാന്ധി ശാഠ്യം പിടിച്ചുവെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും അന്ന് പുറം ലോകം അറിഞ്ഞില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ലേഖനത്തിൽ പറയുന്നു. 50 വർഷങ്ങൾക്കപ്പുറവും ആ കാലഘട്ടം അടിയന്തരാവസ്ഥയായി ഇന്ത്യക്കാരുടെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നു. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതകളായെന്നും ലേഖനത്തിൽ വിമർശനമുണ്ട്. സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധീകരണ പരിപാടികൾ തിരിച്ചടിയായി. ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാധിപത്യപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടി ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു. ന്യൂഡൽഹി പോലെയുള്ള നഗരകേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി. ഒടുവിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും ജനം പുറത്താക്കി. ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അരനൂറ്റാണ്ട് പിന്നിടുന്ന വേളയിൽ BJP ഇതിനെ പ്രധാന പ്രചരണായുധമാക്കി ഉപയോഗിക്കുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ ഇത്തരത്തിലുള്ള ലേഖനം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശശി തരൂരിന്റെ മുഖ്യമന്ത്രി മോഹത്തെ തള്ളി UDF നേതാക്കൾ. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ട്. അതിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ലീഗ് മുന്നണിക്കൊപ്പമാണ്, വ്യക്തികൾക്കൊപ്പമല്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. ചിലർ മനഃപൂർവ്വം സർവേ നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. ആരൊക്കെയാണ് ഇതിനു പിന്നിലെന്ന് കണ്ടെത്തണം. സർവേക്ക് യാതൊരു ആധികാരികതയുമില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്ന് വ്യക്തമാക്കിയ അടൂർ പ്രകാശ് മുതിർന്ന നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്നും ഓർമ്മപ്പെടുത്തി. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ ഏതായാലും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അവർ പറയുന്ന കാര്യങ്ങൾ മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനമായി. UDF അധികാരത്തിൽ വന്നാൽ UDF നോമിനി മുഖ്യമന്ത്രിയാകുമെന്ന് K മുരളീധരൻ പറഞ്ഞു. വിറക് വെട്ടിയവരും വെള്ളം കോരിയവരും പാർട്ടിയിൽ ഒരുപാടുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാകും. വിശ്വപൗരൻ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന് വേണ്ടി വിറക് വെട്ടുന്നവരും വെള്ളം കോരികളുമായിട്ടുള്ള
ഒരുപാട് നേതാക്കന്മാരുണ്ട്, അതിലൊരാൾ മുഖ്യമന്ത്രിയാവും. അല്ല, അദ്ദേഹം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ആവശ്യം കേരളത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. അല്ല, വിശ്വത്തിൻ്റെ കാര്യം നോക്കട്ടെ, നമുക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. സർവേയെ പരിഹസിച്ചാണ് മുതിർന്ന നേതാവ് കോൺഗ്രസ് നേതാവ് MM ഹസൻ രംഗത്തെത്തിയത്. ഏത് ഏജൻസിയാണ് സർവേ നടത്തിയതെന്ന് പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയാകാനുള്ള സർവേ നടത്തിയാലും ശശി തരൂരിന്റെ പേര് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും വരും, ഒരു സംശയമില്ല. കാരണം അദ്ദേഹം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാവാണ്. അത് അത്തരം ഒരു സർവേയുടെ ഫലം പുറപ്പെടുവിക്കുന്നത് ആ ഏജൻസി ആയാൽ അതിന് നമുക്ക് വിശ്വാസം കൂടും. തരൂർ വിഷയത്തിൽ ലീഗ് മുന്നണിക്കൊപ്പമാണ്, വ്യക്തികൾക്കൊപ്പമല്ലെന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM A സലാമിന്റെ നിലപാട്. ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF എന്താണോ തീരുമാനിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ലീഗ്, വ്യക്തികളുടെ കൂടെയല്ല. സർവേകൾ ധാരാളം വരും, പല രൂപത്തിലും രൂപത്തിലും ഒക്കെ വരും. അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. സർവേകൾ ഉണ്ടാക്കിവിടുന്നത് BJP കേന്ദ്രങ്ങളാണെന്നും തരൂർ അതിൽ പ്രതികരിച്ചതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. UDFിലും കോൺഗ്രസിലും ജനങ്ങളുടെ ഇടയിലും പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കുന്ന ചില നടപടികളാണിതെല്ലാം. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത്തരം സർവേകൾക്കൊന്നും ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. മുഖ്യമന്ത്രിയാകാൻ തനിക്ക് പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ട് ശശി തരൂർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സർവേ റിപ്പോർട്ടിനെതിരെയായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. അമൃത ന്യൂസ്, കൊച്ചി. ശശി തരൂരിന്റെ ലേഖനത്തെക്കുറിച്ച് അഭിപ്രായമുണ്ടെന്നും എന്നാൽ പറയില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഭിപ്രായങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്, ദേശീയ നേതൃത്വമാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ ഇവിടെയുള്ള സംസ്ഥാന നേതാക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു കമൻറ്റും പറയുന്നില്ല. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞാൻ ആ ലേഖനം വായിച്ചു, എനിക്ക് അഭിപ്രായമുണ്ട്. ആ ലേഖനത്തെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷേ പറയുന്നില്ല. ഞാൻ പറയില്ല, ആ ഒരു കോൺഗ്രസ് നേതാക്കളെ കുറിച്ചും ഞാൻ പറയില്ല. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ ദേശീയ നേതൃത്വത്തെ അറിയും. ഈ കാര്യത്തിൽ ദേശീയ നേതൃത്വമാണ് തീരുമാനമെടുത്ത് പറയേണ്ടത്. ശശി തരൂരിനെ പരിഹസിച്ച് ബിനോയ് വിശ്വം. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ല. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ യോഗ്യതയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് അദ്ദേഹം പറയുന്നു, മറുഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ച് ലേഖനം എഴുതുന്നു. ചുരുക്കത്തിൽ BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാകുകയാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ശശി തരൂരിൻ്റെ പോസ്റ്റിനെ പറ്റി എന്താ ഞാൻ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ആർക്കും അറിയില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തതയില്ല. ഒരു ഭാഗത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും യോഗ്യനായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് പറയുന്നു, മറുഭാഗത്ത് അദ്ദേഹം കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നു. ചുരുക്കത്തിൽ BJPയിലേക്കുള്ള യാത്രയുടെ ആ തിരക്കഥ പൂർത്തിയാകുകയാണ്. അത് എല്ലാവർക്കും മനസ്സിലാകും. തൃശൂർ ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. ചേലക്കര മിനി സിവിൽ സ്റ്റേഷന് എതിർവശമുള്ള കടമുറികളുടെ പിൻഭാഗമാണ് തകർന്നു വീണത്. ഉച്ചയ്ക്ക് 2:30 സംഭവം. അപകടം നടക്കുന്ന സമയത്ത് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ആളപായമുണ്ടായില്ല. ഹോട്ടലുകളും മറ്റു കടകളും പ്രവർത്തിക്കുന്ന ചേലക്കര നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം. മിനി സിവിൽ സ്റ്റേഷൻ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളാണ് ഭാഗികമായി തകർന്നത്. 2 കെട്ടിടങ്ങളുടെ പിൻഭാഗം പൂർണ്ണമായും നിലം പതിച്ചു. അപകടം നടക്കുന്ന സമയത്ത് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ആളപായമുണ്ടായില്ല. കാലപ്പഴക്കത്തെ തുടർന്നാണ് കെട്ടിടം തകർന്നു വീണതെന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴ പെയ്തിട്ടാണ് പെട്ടെന്ന് സൗണ്ട് കിട്ടുമെന്ന് നോക്കിയപ്പോൾ നമ്മൾ അതങ്ങോട്ട് പോവുക ചെയ്തു. പണിക്കാരുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നും ദൈവം സഹായിച്ചിട്ടൊരു കുഴപ്പമുണ്ടായില്ല. നേരത്തെയും ചേലക്കരയിൽ അപകടാവസ്ഥയിലുള്ള നിരവധി കെട്ടിടങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനാവശ്യമായ നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടനടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ. കോന്നി പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കല്ല് വീണ് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പാറമട ഉടമയ്ക്കെതിരെ കേസെടുക്കും. തൊഴിലാളികൾക്ക് വേണ്ടത്ര സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്നാണ് തൊഴിൽ വകുപ്പിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. കണ്ണൻ, നേരത്തെ തന്നെ ഈ നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇതിന് ലൈസൻസ് ഇല്ലാതെയാണ് ഈ പാറമട പ്രവർത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ തൊഴിൽ വകുപ്പിന്റെ കണ്ടെത്തൽ എങ്ങനെയാണ് വിവരങ്ങൾ?
അതെ അശ്വതി, നേരത്തെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പരാതി ഉയർന്നിരുന്നു. ഈ അപകടം നടന്ന് മിനിറ്റുകൾക്കകം നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇത്തരത്തിൽ സുരക്ഷയില്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലായിരുന്നു അവരും പറഞ്ഞിരുന്നത്. ഇത് ശരിവെക്കുന്നതാണ് തൊഴിൽ വകുപ്പിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് ഇന്ന് നേർന്ന യോഗത്തിൽ കളക്ടർക്ക് മുൻപാകെ തൊഴിൽ വകുപ്പ് ഈ റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടിൽ തീർത്തും തൊഴിലാളികൾക്ക് തീർത്തും സുരക്ഷയില്ലാതെയാണ് പാറക്കോറി പ്രവർത്തിച്ചിരുന്നത് എന്ന തരത്തിലാണ് ഒരു കണ്ടെത്തലുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഇത് പോലീസിനെ കൊണ്ട് കൂടുതൽ അന്വേഷിപ്പിച്ച് ഈ പാറക്കോറി മുതലാളിക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായത്. മാത്രമല്ല, ഈ സ്ഥലം, ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലം സർക്കാരിന്റെ സ്ഥലം കയ്യേറിയിട്ടുണ്ട് എന്നതടക്കം നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിലും പരിശോധന ഉണ്ടാകും. ഇക്കാര്യത്തിൽ ഡ്രോൺ സർവേ ഉൾപ്പെടെ നടത്തി പരിശോധന നടത്താനാണ് തീരുമാനം. ഇത്തരം പരിശോധനകൾ നടത്തുന്നതിനായി സംയുക്ത ഒരു സമിതി തന്നെ ഉണ്ട്. അതായത് റവന്യൂ, പഞ്ചായത്ത്, ജിയോളജി വകുപ്പ്, അതുപോലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയാണ് പാറമടയിൽ നടക്കുക. ഇത്തരത്തിൽ ഈ സംയുക്ത പരിശോധന നടക്കുമ്പോൾ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ സംഘം പരിശോധിക്കും. ഈ പാറമടയ്ക്ക് അടുത്തുകൂടി പോകുന്ന തോട് ഉൾപ്പെടെ മലിനീകരിക്കുന്നു എന്ന രീതിയിൽ നേരത്തെ തന്നെ നാട്ടുകാർ പരാതി ഉന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പൊല്യൂഷൻ വകുപ്പിന്റെ ഒരു പരിശോധന നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ അന്വേഷണം ഇത്തവണ ഉണ്ടാകും. മാത്രമല്ല, ഈ പഞ്ചായത്തിന്റെ സ്ഥലം ഉൾപ്പെടെ കയ്യേറിയിട്ടുണ്ട് എന്നത് പ്രഥമ ദൃഷ്ടിയാൽ ഇന്ന് MLA സ്ഥലം സന്ദർശിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അതായത് ഈ ഭാഗത്തുള്ള പഞ്ചായത്തിന്റെ റോഡ് കെട്ടിയടച്ച് ഗേറ്റ് ഇട്ട രീതിയിലാണ്. ഇത് പോലീസിനെ ഉപയോഗിച്ച് തന്നെ പൊളിച്ചു നീക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ക്വാറി മാത്രമല്ല, ജില്ലയിലെ എല്ലാ ക്വാറികളിലും സുരക്ഷാ പരിശോധന ഉൾപ്പെടെ നടത്താൻ ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇന്നത്തെ യോഗത്തിൽ നാട്ടുകാരുൾപ്പെടെ പങ്കെടുത്തിരുന്നു. അവർ അവരുടെ പരാതി കളക്ടർക്കും MLAയ്ക്കും മുൻപിൽ ഈ പരാതി ഉന്നയിച്ചിരുന്നു. ഈ ഇന്നത്തെ യോഗത്തിലും വിവിധ വകുപ്പുകളുടെ മേധാവികൾ പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ പരിശോധന നടത്താനും സുരക്ഷാ വീഴ്ചയ്ക്ക് ഉൾപ്പെടെ ഉടമയ്ക്കെതിരെ കേസെടുക്കാനും നിർദ്ദേശിച്ചിരിക്കുന്നത്. അശ്വതി, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ്. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ബിന്ദുവിന്റെ മകൻ നവനീതിന് ദേവസ്വം ബോർഡിൽ സ്ഥിര ജോലി നൽകാനും തീരുമാനിച്ചതായി മന്ത്രി VN വാസവൻ പറഞ്ഞു. സർക്കാർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ വ്യക്തമാക്കി. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം സംബന്ധിച്ച് തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകും. ദേവസ്വം ബോർഡിൽ ബിന്ദുവിന്റെ മകൻ നവനീതിന് സ്ഥിരം ജോലി നൽകുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ഇന്നത്തെ ക്യാബിനറ്റ് സ്ഥിരമായ ഒരു ജോലി മകന് കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. 3, കുടുംബത്തിനൊരു ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു. ആ ധനസഹായം 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് തീരുമാനിച്ചു. ആ വീട് പണി പൂർത്തിയാകാതെ നിൽക്കുകയായിരുന്നു. അതിന് സംസ്ഥാന ഗവൺമെൻറ് സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് അത് കൊടുക്കാൻ തീരുമാനിച്ചു. സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തരുന്നുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പറഞ്ഞു. മകൾ നവമിയുടെ ചികിത്സയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം. അതിന് വേണ്ടതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്നും വിശ്രുതൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടഭാഗം തകർന്നു വീണ് വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരണപ്പെട്ടത്. സംഭവം നടന്ന് ഒരാഴ്ച മാത്രം പിന്നിടുമ്പോഴാണ് സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള സഹായം പ്രഖ്യാപിച്ചത്. അതേസമയം അപകടം സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനിയും വൈകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോട്ടയം. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. കോടതിയുടെ ഈ നിർദ്ദേശം AG അറിയിച്ചിട്ടുണ്ട്. അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിനുള്ള നടപടികൾ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പൂർത്തീകരിക്കുകയാണ്. സർക്കാരിന് വീഴ്ച പറ്റിയെന്നാണോ, അല്ലെങ്കിൽ സർക്കാർ വേണ്ട വിധം ചെയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായത്? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സർക്കാർ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം, നേരത്തെ തുടർന്നു പോകുന്ന പ്രോസസ്സിൽ ഒരു നീതികേടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ
കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത്. അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല. ഇപ്പോൾ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് ഉൾച്ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ കോടതിയുടെ വിധി ഇപ്പോൾ അംഗീകരിക്കുകയാണ്. മേൽക്കോടതിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് AICTE ഏറ്റവും അന്തിമ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 14 അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എല്ലാ വർഷവും AICTE ആ ലാസ്റ്റ് ഡേറ്റ് നീട്ടാറൊക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പറയാൻ സാധിക്കില്ല. നീട്ടുമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 അപ്പോൾ അതിന് മുമ്പായിട്ട് അഡ്മിഷൻ പ്രക്രിയകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നടപടി സ്വീകരിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ വർഷം ഇപ്പോൾ പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്യുന്നതിന് മുൻപുള്ള, അതായത് കഴിഞ്ഞ വർഷം വരെ തുടർന്നു പോന്നിരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക. പ്രോസ്പെക്ടസിൽ ഗവൺമെൻറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഈ അംഗീകരിക്കുന്നത് പറഞ്ഞത് പൂർണ്ണ മനസ്സാലല്ല, സമയപരിമിതി എന്നുള്ളത് കൊണ്ട് മാത്രം അംഗീകരിക്കുന്നു, അങ്ങനെയാണോ? അതെ, സമയപരിമിതി ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, കുട്ടികളുടെ അനിശ്ചിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളുടെ നന്മയാണ് ഗവൺമെൻറ് അഭിലഷിക്കുന്നത്. ഏത് കാര്യത്തിലായാലും എല്ലാവരും കുട്ടികളാണ്, എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം. ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി സതുദ്ദേശപരമായിട്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത്ര വലിയ മാറ്റമൊന്നും വരുന്നില്ല. ആ വിദ്യാർത്ഥികൾ കോടതിയല്ലേ വിധിച്ചത്, കോടതിയിൽ പോവാലോ അവർക്ക്. കോടതി വിധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വക ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുട്ടികളുടെ പൊതുവിലുള്ള നന്മയെ മുൻനിർത്തി എല്ലാവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അതായത് കീം പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിയാലും 35 മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പരാതി ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഇന്ന് തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ പുതിയ മാറ്റം ഉണ്ടല്ലോ, ഇപ്പോൾ തൽക്കാലം അത് ഒഴിവാക്കും, പക്ഷേ ഭാവിയിൽ അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അടുത്ത വർഷം നമുക്ക് സമയം എടുത്ത് തന്നെ നേരത്തെ തന്നെ അത് ചെയ്യണം. വേണ്ടത്ര അടുത്ത വർഷത്തെ കാര്യം നമുക്ക് അടുത്ത വർഷം ആലോചിക്കല്ലേ നല്ലത്. ഇപ്പൊ തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം ആലോചിക്കാൻ പറ്റൂ. ഇപ്പൊ ഈ വർഷത്തെ കാര്യം പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഈ വർഷത്തെ കാര്യത്തിലാണല്ലോ ഇപ്പൊ വിധി വന്നത്. അടുത്ത വർഷം എന്തെന്ന് എനിക്ക് ഇപ്പൊ തന്നെ പറയാൻ പറ്റുമോ? അത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാം. അവരുടെ വിഷമം അഡ്രസ്സ് ചെയ്യാനാണല്ലോ ശ്രമിച്ചത്. എല്ലാവരുടെ വിഷമവും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ കോടതിയുടെ വിധി നമുക്ക് അനുസരിച്ചേ തീരൂ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കോടതി പറഞ്ഞിരിക്കുന്നു, കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു, അതിന് അപ്പീൽ നൽകി. ഡിവിഷൻ ബെഞ്ചും ആദ്യ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചത്.
ഏകീകരിച്ച് കീമിന്റെ റാങ്ക് ലിസ്റ്റ് പുതിയത് പ്രസിദ്ധീകരിക്കും. ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി ആർ ബിന്ദു. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീപിടുത്തമുണ്ടായ PMSAY കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഗുരുതര പിഴവുകളുണ്ടെന്ന് കണ്ടെത്തൽ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കിറ്റിന്റെ പരിശോധനയിലാണ് പിഴവുകൾ കണ്ടെത്തിയത്. 177 നിർമ്മാണ പിഴവുകളാണ് ആകെ കണ്ടെത്തിയത്. മെയ് 2-നും 5-നുമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിനകത്തെ UPS റൂമിൽ നിന്നാണ് പുക ഉയർന്നത്. UPS മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ ഇടയായതെന്നായിരുന്നു പ്രാഥമിക വിലയിരുത്തൽ. തുടർന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന ആരംഭിച്ചത്. 2 മാസത്തിനു ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ചയുള്ളതായി കണ്ടെത്തിയത്. UPS, ബാറ്ററികൾ, സ്വിച്ചുകൾ എന്നിവ സ്ഥാപിക്കുന്നതിൽ പിഴവുണ്ടായതായാണ് കണ്ടെത്തൽ. തീ നിയന്ത്രിക്കുന്നതിന് സ്ഥാപിച്ച ഫയർ ഡാമ്പർ പ്രവർത്തിച്ചിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആകെ 177 നിർമ്മാണ പിഴവുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. അതേസമയം തീപിടുത്തമുണ്ടായ കെട്ടിടം ഇതുവരെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചിയിലെ കപ്പൽ അപകടത്തിൽ നഷ്ടപരിഹാരമായി സർക്കാർ ആവശ്യപ്പെട്ട 9,531 കോടി രൂപ ഭീമമായ തുകയെന്ന് കപ്പൽ കമ്പനി ഹൈക്കോടതിയെ അറിയിച്ചു. സ്വീകാര്യമായ തുക അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇന്ന് തുക കെട്ടിവെക്കണം എന്നായിരുന്നു കോടതിയുടെ മുൻ ഉത്തരവ്. ഹർജിയിൽ തീർപ്പാക്കുന്നതുവരെ 6% പലിശ സഹിതം ഇടക്കാല സഹായം അനുവദിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. പരിസ്ഥിതി നാശം, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന നഷ്ടം, കണ്ടെയ്നറുകളിൽ നിന്നും മറ്റും മാലിന്യം നീക്കാൻ വേണ്ട ചിലവ് എന്നിങ്ങനെയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്. ശിഷ്യരുടെ മനസ്സിൽ ആത്മശക്തി പ്രകാശിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഗുരുക്കന്മാരെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അമൃതപുരിയിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ഗുരുവിന്റെ പാദങ്ങളിൽ ശിഷ്യൻ കൃതജ്ഞതാപൂർണമായ ഹൃദയത്തെ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് ഗുരുപൂർണിമ. നേടിയവനെ കൊടുക്കാൻ കഴിയൂ, അറിഞ്ഞവനെ അറിയിക്കാൻ കഴിയൂ, അതാണ് ഗുരു ചെയ്യുന്നതെന്നും അമ്മ ഗുരുപൂർണിമ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ജന്മജന്മാന്തര ബന്ധനങ്ങളെ അറക്കുന്ന ഗുരുവിൻ്റെ പാദത്തിൽ കൃതജ്ഞതാപൂർണമായ ഹൃദയത്തെ ശിഷ്യൻ സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഗുരുപൂർണമി. ഗുരു ഒരേ സമയം പ്രേമത്തിൻ്റെ ചന്ദ്രനും ജ്ഞാനത്തിൻ്റെ സൂര്യനുമാണ്. പൂന്നുല പോലെ കുളിർമയും ആനന്ദവും പകർന്ന് ശിഷ്യരുടെ ദുഃഖങ്ങളിൽ അകറ്റുന്നുണ്ട് ഗുരു പ്രേമചന്ദ്രനാണ്. അജ്ഞാനത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും തിന്മകളെയും ഇല്ലാതാക്കുന്നുണ്ട് ഗുരു ജ്ഞാനസൂര്യനാണ്. ഗുരുപൂർണിമ എന്നത് യഥാർത്ഥത്തിൽ പാദപൂജയോ ചടങ്ങുകളോ അല്ല. സമർപ്പിതമായ ശിഷ്യന്റെ മനസ്സിലാണ് ഗുരുപൂർണിമ പ്രകാശിക്കുന്നത്. ഗുരു എന്നും എപ്പോഴും പൂർണിമ തന്നെയാണ്. കാരണം ഗുരുവിൽ അജ്ഞാനത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അന്ധകാരമില്ല. ശിഷ്യ മനസ്സുകളിലെ അന്ധകാരത്തെ അകറ്റുന്ന, എല്ലാവരിലും നന്മ ചൊരിയുന്ന ആത്മചന്ദ്രനാണ് ഗുരു. ശിഷ്യന്റെ മനസ്സിൽ അതനുസരിച്ചുള്ള ഭാവവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവിൻ്റെ പൂർണിമ അവന് അനുഭവപ്പെടുകയുള്ളൂ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്നും അമരത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന ഗുരുവിനോടുള്ള ശിഷ്യന്റെ കടപ്പാട് ഒരിക്കലും തീരുന്നതല്ല. നേടിയവനെ കൊടുക്കാൻ കഴിയൂ, അറിഞ്ഞവനെ അറിയിക്കാൻ കഴിയൂ, ശാന്തി അനുഭവിച്ചവനെ ശാന്തി പകരാൻ കഴിയും. ഒരുവൻ എത്ര വലിയ തപസ്യാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പൂർണ്ണത കൈവരണമെങ്കിൽ പൂർണ്ണനായ ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം. എല്ലാ ആഗ്രഹവും തീർന്നവരാണ് ഗുരുക്കന്മാർ. എങ്കിലും കാരുണ്യത്താൽ അവർ സംസാര ദുഃഖത്താൽ കഷ്ടപ്പെടുന്നവരെ ഉദ്ധരിക്കാനായി സ്വയം സമർപ്പിക്കുന്നു. മുക്തനാവാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന ശിഷ്യഹൃദയവും അതിനോട് കാരുണ്യപൂർവ്വം പ്രതികരിക്കുന്ന ഒരു ഹൃദയവും ഒത്തുചേരണം. നമ്മൾ പറയാറുണ്ടല്ലോ, അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലല്ല, ജീവിതം ഒരു നീർക്കുമ്പള പോലാണ്. ഏത് നിമിഷത്ത് പൊട്ട. അപ്പൊ ഈ നിമിഷത്തെ വേഗമാണ് നമ്മുടെ ചെറിയ ആയുസ്. നമ്മൾ എന്തിനു വന്നു എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ആ ബോധത്തിൽ ജീവിക്കുവാനും ഈ ജന്മത്തിന്റെ ലക്ഷ്യം നേടുവാനും നമുക്ക് കഴിയട്ടെ. മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. KSRTC ഡിപ്പോയിലെ ആകർഷക കാഴ്ചയായി ഔഷധ ഉദ്യാനം. 150-ൽ പരം ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ KSRTC ഡിപ്പോ. സെക്യൂരിറ്റി ജീവനക്കാരനായ വെള്ളിക്കോത്ത് അശോകനാണ് ഡിപ്പോയിൽ ഔഷധ ഉദ്യാനം ഒരുക്കിയത്. ചെമ്മട്ടം വയലിലെ KSRTC ഡിപ്പോയിൽ വന്നിറങ്ങുന്നവരെയെല്ലാം ആകർഷിക്കുകയാണ് ഓഫീസിന് മുൻവശത്തായുള്ള ഔഷധ സസ്യങ്ങളുടെ നീണ്ട നിര. കേരളത്തിൽ
മറ്റേത് ഡിപ്പോകളിലും കാണാത്ത കാഴ്ചയാണിത്. താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായ KV അശോകൻ ജോലിയിൽ പ്രവേശിച്ച് 1 വർഷത്തിനകം സ്വന്തം താൽപര്യത്തിൽ ഡിപ്പോയ്ക്ക് മുൻവശം ഔഷധോദ്യാനം ഒരുക്കുകയായിരുന്നു. കാലാവധി കഴിഞ്ഞ എയർ ഫിൽറ്ററുകളിൽ ചെമ്മണ്ണും ജൈവവളവും നിറച്ചാണ് ഔഷധ ചെടികൾ നട്ടുവളർത്തിയത്. ആടലോടകം, ചിറ്റമൃത്, വയൽച്ചുള്ളി, വയമ്പ്, ചങ്ങലംപരണ്ട, പിപ്പല്ലി, കലൂർവഞ്ചി, കച്ചോലം, ഉറിതൂക്കി, നിലംപരണ്ട ഇങ്ങനെ നീളുന്നു ഔഷധ സസ്യങ്ങളുടെ പേരുകൾ. ശ്രദ്ധേയമായ തരത്തിൽ ഔഷധോദ്യാനം ഒരുക്കിയതിന് KSRTC MD അശോകനെ ഉപഹാരം നൽകി ആദരിക്കുമെന്ന് ATO പറഞ്ഞു. മറ്റേതൊരു ഔഷധ ഉദ്യാനത്തെയും കിടപിടിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ കാഞ്ഞങ്ങാട് KSRTC ഡിപ്പോയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള അശോകനാണ് ഇതിനെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഇത് ചെയ്തത്. ഡിപ്പോയിലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അടക്കം എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണയും സഹായവും ഔഷധോദ്യാനത്തിനുണ്ട്. ഉദ്യാനം കാണാനായി ആയുർവേദ ഡോക്ടർമാരുടെ സംഘം കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ KSRTC ഡിപ്പോയിൽ എത്തിയിരുന്നു. അമൃത ന്യൂസ്, കാസർഗോഡ്.